ആ ഗിരീഷേ. എടാ പ്രവീണേ, ഈ വരുന്ന വഴിക്കൊരു മരുന്ന് വാങ്ങിക്കോ. ഞാൻ ഇനി അതിനായിട്ട് മെഡിക്കൽ ഷോപ്പ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഓ ഞാൻ എന്ത് വാട്സപ്പ് ചെയ്തായി. ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പിലേക്ക് ആകെ 10 മിനിറ്റ് അല്ലേ ഉള്ളൂ. വെറുതെ മൂപ്പരെ ബുദ്ധിമുട്ടാക്കണോ? നിങ്ങൾക്ക് അങ്ങോട്ട് പോയി വാങ്ങിയാ പോരെ? അതല്ലടി, പൈസ ഒന്നുമില്ല കയ്യില്, നല്ല ടൈറ്റാണ്. ഇത് പിന്നെ ചെറിയ പൈസ ആകുമ്പോ ഓൻ വാങ്ങൂല്ല, അതുകൊണ്ടാണ്. എന്താടാ പറ്റിയേ? ഒന്നുമില്ലടാ, ഭയങ്കര ബാക്ക് പെയിൻ. ഒരാഴ്ചയായി പണിക്ക് കിട്ടും, ഭയങ്കര ബുദ്ധിമുട്ട്. അത് സാറില്ല, അത് ഈ മരുന്നൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്തായി മാറിക്കോളൂ. ഞാൻ പെടുന്നാല് ചെറിയ പരിപാടി ഉണ്ട്, നടക്കട്ടെ. ഓക്കെ. എടാ മരുന്നിന്റെ ബില്ല് ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. 159 രൂപ ജീപ്പ് ചെയ്ത് കേട്ടോ. അടിപൊളി സാധനമുള്ള മോനെ. എടാ പ്രവീണേ, ഇതിന്റെ കട്ട് എത്രയാച്ചാ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. പൂസായി കഴിഞ്ഞാലേ പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അതെന്ത് വർത്താന ഗിരീഷ് ഇങ്ങനെ പറയുന്നത്? ഞാനെപ്പോഴെങ്കിലും കുപ്പി നിങ്ങളോട് പൈസ വാങ്ങിയിട്ടുണ്ടോ? അതല്ലടോ, ഹോം പറഞ്ഞാലും കാര്യമില്ലേ, വല്ലപ്പോഴൊക്കെ നമ്മളോട് കട്ട വാങ്ങ്. എപ്പോഴും ഇങ്ങനെ ഓടിച്ചടിക്കാറിയുമ്പോ അതൊരു ശരിയില്ലല്ലോ അല്ലേ? സുധിയേട്ടാ, അതൊക്കെ എൻ്റെ ഒരു ശീല, അതൊന്നും എനിക്ക് മാറ്റൂല. നിങ്ങളത് ഒഴിക്കുക സുധിയേട്ടാ. അതൊക്കെ ഓക്കെ. എന്താ നിങ്ങൾ ആലോചിച്ചൊത്തിരിക്കുന്നത്? എടീ, ഒരു 10 റുപ്യേൻ്റെ മരുന്ന് വാങ്ങിയാലേ അത് കണക്ക് പറഞ്ഞ് വാങ്ങിക്കും. കുപ്പിക്ക് വേണ്ടിയിട്ട് എത്ര വേണം ചിലവാക്കും, അതിനൊരു കണക്കുമില്ല.